നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും തുടർന്ന് 8:30-യോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളും എണ്ണി തുടങ്ങും. ആദ്യ ഫലസൂചനകൾ 10 മണിയോടെ ലഭ്യമാകും. ജില്ലയിൽ 5 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8-ന് ആരംഭിക്കും. 5 കേന്ദ്രങ്ങളിലായാണ് 9 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത്. പാലാ കടുത്തുരുത്തി മണ്ഡലങ്ങളിലെ വോട്ടുകൾ കാർമൽ പബ്ലിക് സ്കൂളിലും, ചങ്ങനാശ്ശേരി പുതുപ്പള്ളി മണ്ഡലങ്ങളിലെ വോട്ടുകൾ ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂളിലും, ഏറ്റുമാനൂർ കോട്ടയം മണ്ഡലങ്ങളിലെ വോട്ടുകൾ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലും, പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലെ വോട്ടുകൾ അരുവിത്തുറ സെൻറ് ജോർജ് കോളേജിലും, വൈക്കം നിയോജകമണ്ഡലത്തിലെ വോട്ടുകൾ കോട്ടയം ബെസേലിയസ് കോളേജിലുമാണ് എണ്ണുന്നത്. വോട്ടിങ്ങിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. രാവിലെ 7:30-യോടെ സ്ഥാനാർത്ഥികളുടെയോ അവരുടെ അംഗീകൃത പ്രതിനിധികളുടെയോ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. തുടർന്ന് 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുന്നത്. 8:30-ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണി തുടങ്ങും. 10 മണിയോടെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലിന് 126 മേശകളാണ് ഒരുക്കുന്നത്. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് 126 മേശകളും തപാൽ വോട്ടുകൾ എണ്ണുന്നതിന് 54 മേശകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണുന്ന ഓരോ മേശയിലും മൈക്രോ ഒബ്സർവർ, കൗണ്ടിംഗ് സൂപ്പർവൈസർ, കൗണ്ടിംഗ് അസിസ്റ്റന്റ് എന്നിവരുണ്ടാകും. സ്ഥാനാർത്ഥികൾക്ക് ഒരു മേശയിൽ ഒരാൾ എന്ന ക്രമത്തിലാണ് ഏജന്റുമാരെ നിയോഗിക്കാൻ കഴിയുന്നത്. വോട്ടെണ്ണൽ നടക്കുന്ന എല്ലാ മേശകളും കാണത്തക്ക രീതിയിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 732 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിലെ 9 മണ്ഡലങ്ങളിലുമായി വോട്ടെണ്ണുന്നതിന് നിയോഗിച്ചിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രവർത്തനങ്ങളുടെ സുഗമമായി നടത്തിപ്പ് ഉറപ്പുവരുത്തുന്നതിനായി വോട്ടെണ്ണൽ ദിനമായ മെയ് 4-ന് ജില്ലയിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മെയ് 4-ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമസമാധാന പാലനത്തിനായി പ്രത്യേക പോലീസ് സന്നാഹവും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.